നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഫേസ് ടു ഫേസിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ വിഷ്ണു. ജീവിതത്തിലാണെങ്കിലും ജോലിയിലാണെങ്കിലും ഉയർന്ന നിലയിലെത്തുവാൻ ശരിയായ മാർഗം തിരഞ്ഞെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്, അല്ലേ? പലർക്കും പിഴവ് പറ്റുന്നതും ഇവിടെയാണ്. സ്വന്തം അഭിരുചികൾ തിരിച്ചറിയപ്പെടാതെ കിട്ടുന്ന മേഖലകളിൽ ജോലി ചെയ്ത് അസംതൃപ്തി അടയുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇവിടെയാണ് ഒരു കരിയർ എക്സ്പേർട്ടിൻ്റെ ആവശ്യകത വരുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞു വരുന്നത് നമ്മുടെ ഇന്നത്തെ അതിഥിയെ പരിചയപ്പെടുത്തുന്നതിനുള്ള ഒരു ആമുഖമായിട്ടാണ്. വർഷങ്ങളായി കരിയർ ഗൈഡൻസ് രംഗത്ത് പ്രവർത്തിച്ച് വിജയിച്ച ശ്രീമതി ശ്രീവിദ്യ സന്തോഷാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീവിദ്യ. നമസ്കാരം. ശ്രീവിദ്യയെ പോലുള്ള ഒരു ഊർജ്ജസ്വലയായ ഒരു ചെറുപ്പക്കാരി ഒരു പക്ഷേ കരിയറായിട്ട് തിരഞ്ഞെടുക്കാൻ ഒട്ടേറെ മേഖലകൾ ഉണ്ടായിരുന്നു, അല്ലെ? എഞ്ചിനീയറിംഗ് പോകാം, മെഡിക്കൽ പോകാം, ഏത് മേഖലകളും ഉണ്ടായിരുന്നു. പക്ഷേ മറ്റുള്ളവർക്ക് കരിയർ തിരഞ്ഞെടുക്കാനുള്ള ഒരു വഴിയാണ് സ്വന്തം ജോലിയായിട്ട് സ്വീകരിച്ചത്. എന്തായിരുന്നു അതിൻ്റെ പ്രചോദനം? ശരിക്കും ഞാൻ ജോലി ചെയ്ത് തുടങ്ങിയത് ഈ മേഖലയിലല്ല, മറ്റു പല ജോലികൾ ചെയ്ത് അവസാനം ഇതൊരു ആവശ്യകതയാണ് എന്ന് മനസ്സിലാക്കി ഈ മേഖലയിലേക്ക് തിരിയുകയാണ് ഉണ്ടായത്. എൻ്റെ ബേസിക് പ്രൊഫൈലിൽ ഞാൻ 12ാം ക്ലാസ് കഴിഞ്ഞ് ഒരു കോളേജിലും പോയി പഠിച്ചിട്ടില്ല. 12ാം ക്ലാസ് കഴിഞ്ഞത് മുതൽ ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി. ജോലി ചെയ്ത പൈസയ്ക്ക് സ്വന്തമായിട്ടാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ഞാൻ എൻ്റെ അണ്ടർ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ കംപ്ലീറ്റ് ചെയ്തത്. ആദ്യം എൻ്റെ സ്വദേശം തിരുവനന്തപുരമാണ്, അവിടെ ജോലി ചെയ്തു. അതിനുശേഷം ദുബായിലുണ്ടായിരുന്നു ഒരു 2 കൊല്ലം. അതിനുശേഷം തിരികെ നാട്ടിലെത്തി. നാട്ടിൽ ഒരു മീഡിയയുടെ തന്നെ സ്റ്റേഷൻ ഡയറക്ടറായിട്ട് ജോലി ചെയ്തു. അതിനുശേഷം സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ കീഴിൽ വനിതാ വികസന കോർപ്പറേഷൻ്റെ ഒരു ഫിനിഷിംഗ് സ്കൂൾ ഉണ്ടായിരുന്നു. ഫിനിഷിംഗ് സ്കൂളിൻ്റെ സ്റ്റേറ്റ് ഹെഡ് ആയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 1 വർഷമായി ഞാൻ പൂർണ്ണമായും ഈ മേഖലയിലാണ്. പക്ഷെ ഞാൻ മുമ്പ് മറ്റ് മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്തും ഈ മേഖലയിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഈ ക്ലാസ്സുകൾ എടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃത്യമായി കുട്ടികൾക്ക് ഈ ഒരു കാര്യത്തിനെ പറ്റി ഒരു വിവരണം കൊടുക്കാനുള്ള ആൾക്കാർ വളരെ കുറവാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും കോളേജിൻ്റെയോ യൂണിവേഴ്സിറ്റിയുടെയോ പൈസ വാങ്ങിക്കൊണ്ട് ആ കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയാണ് ലോകത്തിലെ ഏറ്റവും മികച്ചത് എന്ന് കുട്ടികളെയും രക്ഷകർത്താക്കളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു തരം കൗൺസിലിംഗ് ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടികളുടെ ഫ്യൂച്ചർ സെല്ല് ചെയ്യുക എന്നാണ് ഞാനതിന് പറയുക. അതായത് എവിടെയെങ്കിലും പോയി ഫ്രീ ആയിട്ട് ക്ലാസ് എടുക്കുക, ആ കുട്ടികളുടെ ഡാറ്റാബേസ് മുഴുവൻ എടുത്ത് ഏതെങ്കിലും ഒരാൾക്ക് കൊടുക്കുക, അതിൽ നിന്ന് കാശ് വാങ്ങുക, അങ്ങനെ ജീവിക്കുക. അത്തരത്തിൽ വളരെ അൺഎത്തിക്കലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയായിട്ട് എനിക്കിത് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന പല കേസുകളും, കാരണം കഥ പറയുമ്പോൾ ഒരുപാടുണ്ട്, അത്തരം കേസുകളിൽ നിന്നുള്ളൊരു അനുഭവമാണ് മറ്റെല്ലാ മേഖലയും മാറ്റിവെച്ച് പൂർണ്ണമായും കരിയർ മേഖലയിലും, അതുപോലെ തന്നെ ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മേഖലയിലേക്കും ഞാൻ എൻറ്റർ ചെയ്യാനുള്ള റീസൺ അതാണ്. ഈ ശ്രീവിദ്യ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു പരമ്പരാഗതമായ ശൈലിയിലല്ല പോയത്, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴിയൊക്കെയാണ് പോയത്. ശരിക്കും വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ഇതുണ്ടായിരുന്നു, ഒരു സപ്പോർട്ടായിരുന്നോ അതോ? വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. ഞാനൊരു മകളാണ്, വേറെ സഹോദരങ്ങളൊന്നുമില്ല. അപ്പോൾ കുട്ടിക്കാലം മുതലേ ഞാനൊരു പക്ഷേ സ്കൂളിലിരുന്നതിനേക്കാൾ കൂടുതൽ സമയം പല ക്യാമ്പുകളും അല്ലെങ്കിൽ പല ഈ യുവജനോത്സവത്തിലെ പരിപാടികളും അത്തരം കാര്യങ്ങളുമായി ഞാൻ എപ്പോഴും പറയാം, എൻ്റെ ജീവിതത്തിലെ വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഞാൻ എന്നും എപ്പോഴും എൻ്റെ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു സാധനമാണ്. അത് മറ്റൊന്നുമല്ല, എൻ്റെ നാവാണ്. അത് എല്ലാവർക്കും ഉണ്ട്, പക്ഷേ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് നാവ് ഉപയോഗിക്കാൻ എന്ന് നിങ്ങൾ ശീലിക്കുന്നു, അന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവും. ഒരുപക്ഷെ നമ്മുടെ രക്ഷകർത്താക്കൾക്ക് നമ്മിലൊരു വിശ്വാസമുണ്ടായാൽ, അതായത് എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ അവൾ തിരഞ്ഞെടുക്കുന്ന ആ മേഖല ശരിയായിരിക്കും, കാരണം അവൾ അത്ര കോൺഫിഡൻ്റ് ആണ് അവളുടെ ലൈഫിനെ കുറിച്ച് എന്നൊരു കോൺഫിഡൻസ് നമുക്ക് നമ്മുടെ രക്ഷകർത്താക്കൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ നമ്മൾ എന്താണോ പറയുന്നത് ആ വഴിയിലേക്ക് അവർ വരും. പക്ഷെ നമ്മളിങ്ങനെ ഈ പരന്നു മേഞ്ഞ് ഒരു 14 വഞ്ചിയിൽ കാലും വെച്ച് ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. സോ മക്കൾ എന്ന നിലയിൽ നമ്മൾ നമ്മുടെ രക്ഷകർത്താക്കൾക്ക് കൊടുക്കേണ്ട ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ പറയുന്നത് അത് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കും. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ആ കോൺഫിഡൻസ് കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇത്തരം ഒരു വ്യത്യസ്തമായ ഒരു മേഖലയിലൂടെ കടന്നു വന്നതും ചെയ്യുന്നതും. ഈ ശരിക്കും ഈ കോൺഫിഡൻസ് ലെവൽ അത് എവിടെ നിന്നാണ് ശരിക്കും ഉണ്ടാകേണ്ടത്? നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും നമുക്ക് തരേണ്ടതാണോ, അത് അവനവന് തോന്നേണ്ട ഒരു കോൺഫിഡൻസ് ആണോ? അതൊരു ചോദ്യമല്ലേ?
ഈ കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ഉള്ളിൽ, ശരിക്കും എല്ലാവരുടെയും ഉള്ളിൽ ഈ സ്പാർക്കുണ്ട്. പക്ഷെ ഈ സ്പാർക്കിനെ ഇഗ്നൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ എന്നോട് സംസാരിക്കുന്ന വിഷ്ണുവിന്റെ ഉള്ളിലും ഒരു സ്പാർക്കുണ്ട്. ആ സ്പാർക്ക് ഇഗ്നൈറ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ആരും ജനിക്കുന്ന സമയത്ത് നമ്മളോട് ഒരു ദൈവവും ചോദിച്ചിട്ടില്ല ഏത് വീട്ടിൽ ജനിക്കണം, ഏത് അമ്മ വേണം, ഏത് അച്ഛൻ വേണം. നമ്മൾ അത് ചോദിച്ചിട്ടില്ല. ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ വല്ല ടാറ്റയോ അംബാനിയോ ബിർളയോ ഒക്കെ എടുത്തിട്ട് ഇപ്പൊ സെറ്റപ്പായി പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈശ്വരന് ഇഷ്ടമുള്ള ഒരു സ്ഥലത്താണ് നമുക്കൊരു ജന്മം തന്നത്. പക്ഷെ ജീവിക്കാൻ കുറഞ്ഞതൊരു 50-60 വർഷത്തെ സമയമെങ്കിലും ദൈവം നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുമ്പോൾ ആ സമയത്തിനുള്ളിലും ജീവിതത്തിൽ വ്യക്തമായൊരു മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ തിരിഞ്ഞു നിന്ന് നാട്ടുകാരെ മുഴുവൻ കുറ്റം പറയുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. അല്ലെങ്കിൽ പടച്ചുവിട്ട പടച്ചവനെ കുറ്റം പറയുന്നത് കൊണ്ട് കാര്യമില്ല. അല്ലെങ്കിൽ ജന്മം തന്ന രക്ഷകർത്താക്കളെ കുറ്റം പറയുന്നത് കൊണ്ട് കാര്യമില്ല. അത് നിന്റെ കുഴപ്പമാണ്. അപ്പം നമുക്ക് കിട്ടുന്ന ഈ സമയത്തുള്ള ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അതിനൊരു കോൺഫിഡൻസും ഒരു സ്പാർക്കും ആ സ്പാർക്ക് ഇഗ്നൈറ്റ് ചെയ്യാനുള്ളൊരു ഒരു മനസ്സും വളരെ പ്രധാനമാണ്. അത് ആർജിക്കാൻ എന്തൊക്കെ വഴികൾ ഒരുപക്ഷെ ഒരു യുവതലമുറയ്ക്ക് എന്തൊക്കെ വഴികളാണുള്ളത്? പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നമ്മൾ എന്താവണം, ഏതാവണം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണ വേണം. ഇന്നത്തെ കുട്ടികളിൽ ഞാൻ കണ്ടിട്ടുള്ളത്, ഫോർ എക്സാമ്പിൾ, ഞാനൊരു വഴിയിൽ നിൽക്കുകയാണ്. എൻ്റെ മുൻപിൽ റോഡ് ഒരു 5-10 വഴികളായിട്ട് ഇങ്ങനെ തിരിഞ്ഞു പോകുന്നു. ആ ജംഗ്ഷനിൽ ഞാൻ നിന്നിട്ട് ഞാൻ വിഷ്ണുവിനോട് ചോദിക്കുകയാണ്, ഞാൻ ഏത് വഴിക്കാണ് പോകേണ്ടത്? വിഷ്ണു എന്തായിരിക്കും എന്നോട് തിരിച്ചു ചോദിക്കുക? എനിക്കറിയാവുന്ന ഏതെങ്കിലും ഒരു വഴി ഞാൻ ചോദിക്കുകയാണ്. 10 വഴി എൻ്റെ മുമ്പ് കിടക്കുന്നു, ഞാൻ ഏത് വഴി പോകണം എന്ന് ചോദിച്ചാൽ വിഷ്ണു സ്വാഭാവികമായി എന്നോട് ചോദിക്കുക, നിങ്ങൾക്ക് എവിടേക്കാ പോകേണ്ടത്, റൈറ്റ്? അതല്ലെന്നുണ്ടെങ്കിൽ വിഷ്ണു പറയും ഈ വഴി എടുത്തോ, ദാറ്റ് ഇസ് യുവർ ചോയ്സ്, റൈറ്റ്? അപ്പൊ ഞാൻ പറയാണ്, അങ്ങനെയൊന്നും ഇല്ല, ഏതെങ്കിലും ഒരു വഴി പറഞ്ഞു തന്നാൽ മതി. സോ സ്വാഭാവികമായും ഈ ചോയ്സ് നമ്മൾ ആർക്കാ കൊടുക്കുന്നത്? മുമ്പ് നിൽക്കുന്നവനാ കൊടുക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഫിക്സ് ദ ഡെസ്റ്റിനേഷൻ, മൈ ഗോൾ. ആ ഡെസ്റ്റിനേഷൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ധൈര്യമായിട്ട് പറയാം, എനിക്ക് അവിടെ എത്തണം, ഞാൻ ഏത് വഴിയെ പോകണം. ഇതായിരിക്കണം ചോദ്യം. പക്ഷെ കുട്ടികൾ ചെയ്യുന്നത്, ഒരു സ്ഥലത്ത് നിന്നിട്ട് വഴി കണ്ടവരോടൊക്കെ ചോദിക്കുക, ഞാൻ ഏത് വഴിക്കാണ് പോകേണ്ടത്. അതിനൊരു ഉത്തരം ആർക്കും തരാൻ പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ യു നീഡ് ടു ഫിക്സ് യുവർ ഡെസ്റ്റിനേഷൻ ഓർ ഗോൾ ആൻഡ് ദെൻ ആസ്ക് സംബഡി, how should I go to that particular place? That is the right question. That's the right way to ask a question. So ഇത് ചെയ്യാത്തത് ഒരു പ്രശ്നമാണ്. നമ്മൾ ഈ പറയുന്ന കോൺഫിഡൻസ് ലെവല് ചന്തയ്ക്ക് പോയിട്ട് 5 രൂപയ്ക്ക് വാങ്ങി വായിലിട്ട് തിന്നാൻ പറ്റത്തില്ല. ഇത് മറ്റാർക്കും നമ്മളിൽ ഉണ്ടാക്കി തരാൻ പറ്റില്ല. ഇത് നമ്മൾ തന്നെ ആർജിക്കുന്ന സാധനമാണ്. മറ്റുള്ളവരെ കുറ്റം പറയാണ്ട് ജീവിതത്തിൽ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാമെങ്കിൽ തന്നെ ഇത് കുറേയൊക്കെ നമ്മൾ കോൺഫിഡൻ്റ് ആവും. പക്ഷെ നമ്മൾ സാധാരണ ചെയ്യുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ, രാത്രി 9:30 ആകുമ്പോഴത്തേനും ചെവിയിൽ ചെമ്പരത്തി പൂവും വെച്ച് കുങ്കുമപ്പൂവ് കണ്ടിട്ട് കിടന്നുറങ്ങും. അപ്പോഴത്തേനും സ്വാഭാവികമായിട്ടും നമ്മുടെ ചിന്താഗതികൾ എന്ന് പറയണത്, അവരെന്ത് ചെയ്തു, ആര് കരഞ്ഞു, ആരുടെ ഭാര്യയ്ക്കൊപ്പം ചാടിപ്പോയി, മറ്റവൻ എന്ത് സംഭവിച്ചു, ടോട്ടൽ നെഗറ്റീവ് തോട്ട്സ്. ഈ നെഗറ്റീവ് തോട്ടോട് കൂടി ഉറങ്ങുന്ന ഒരു വ്യക്തി പോസിറ്റീവ് തോട്ടോട് കൂടി എങ്ങനെ എണീക്കും? ഈ നെഗറ്റീവ് തോട്ടോട് കൂടി ഉറങ്ങുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ കോൺഫിഡൻസ് ലെവൽ ഉണ്ടാവും? ഈ കോൺഫിഡൻസ് ലെവൽ ഇഗ്നൈറ്റ് ചെയ്യാൻ അത്തരത്തിലുള്ള ആൾക്കാരുമായി സമ്പർക്കം പുലർത്തുക, അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ജീവിതത്തെ പോസിറ്റീവായി കാണാൻ ശ്രമിക്കുക. എല്ലാവരുടെ ജീവിതത്തിലും അനുഭവങ്ങളുണ്ട്, ഒരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ടാവും. ഇപ്പം വിഷ്ണുവിൻ്റെ കഥയും എൻ്റെ കഥയും 2 കഥകളാണ്. പക്ഷേ ഈ 2 കഥയിൽ നിന്നും പഠിക്കാൻ നമുക്ക് ഒരുപാടുണ്ട്. അപ്പം ഈ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങളിൽ നിന്ന് നമുക്കൊന്നുകിൽ ആ പ്രശ്നങ്ങളെ വരുമ്പോഴത്തേനും അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാം, അല്ലെങ്കിൽ ആ പ്രശ്നം വരുമ്പോൾ അതോടുകൂടി നമുക്ക് മണ്ണടിയാം. ഈ 2 കാര്യവും ചെയ്യാം. പക്ഷെ അതിൽ ഉയർത്തെഴുന്നേൽക്കാനുള്ളൊരു ആർജവം, ആ ആർജവം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവണം. എപ്പോഴും മനസ്സിലാക്കുക, ഒരു ഗുസ്തി മത്സരം നടക്കുമ്പോൾ തോക്കുന്നത് താഴെ വീഴുന്നവനല്ല, താഴെ വീണിട്ടും 10 വരെ എണ്ണുമ്പോൾ ആരെണീക്കുന്നില്ലയോ അവനാണ് തോക്കുന്നത്. സോ ജീവിതത്തിൽ നിങ്ങൾ വീഴും, ഒരുപാട് പ്രാവശ്യം വീഴും, അതിനൊരു സംശയമില്ല. പക്ഷെ വീഴുമ്പോൾ എപ്പോഴും ആലോചിച്ചോ, ബാക്കിൽ ആരോ എണ്ണുന്നുണ്ട്, അവിടെ നിന്ന് എണീക്കുന്നിടത്ത കാര്യം. ഞാൻ ഈ ശ്രീവിദ്യയുടെ ഈ ഒരു ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്. ഈ ഇപ്പോഴത്തെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം അത് എത്രത്തോളം നമ്മുടെ കുട്ടികൾക്ക് ഇത്തരം ഒരു ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ട്? പലപ്പോഴും അതിൻ്റെ അകത്ത് ഒരു പക്ഷേ അവർ പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണോ പഠിക്കേണ്ടതെന്ന് പലപ്പോഴും സംശയം തോന്നാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ കുത്തിനിറയ്ക്കപ്പെടുന്നവർ തന്നെയല്ല, അവരെ മുന്നോട്ട് നയിക്കേണ്ട ഗുരുക്കന്മാർ പലപ്പോഴും അവർക്ക് തെറ്റായ അത്രയും ശരിയായ ഒരു നിർദ്ദേശം കാണുന്നില്ല. അപ്പോൾ ഒരു കൺഫ്യൂഷൻ അല്ലേ ഇന്നത്തെ ഒരു തലമുറ എന്ന് തോന്നിയിട്ടുണ്ടോ?
അതെ, കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരും എല്ലാവരും സത്യം പറഞ്ഞാൽ ഒരു ടോട്ടൽ കൺഫ്യൂഷനിലാണ്. പാരൻസിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ എങ്ങനെ ഗ്രൂം ചെയ്യണം എന്നറിയില്ല. ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെ ഒരു പ്രോപ്പർ സിസ്റ്റത്തിൽ കൊണ്ടുപോകണം എന്നറിയില്ല. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ പെരുമാറണമെന്ന് പോലും അറിയില്ല. ഇത്തരമൊരവസ്ഥ. അപ്പോൾ അതിൽ വെച്ചാൽ നമ്മൾ ഒരു കുട്ടീനെ ഗ്രൂം ചെയ്ത ഒരു പാരൻ്റ് കൊണ്ടുവരുമ്പോൾ, പാരൻറ്റിങ് എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ ആദ്യം ചെയ്യുന്ന കാര്യമാണ്. അതായത് ഒരു പക്ഷേ എക്സ്പീരിയൻസ് ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന ഒരേ ഒരു ജോലി പാരൻറ്റിങ് ആണ്. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഡിമാൻഡ് വളരെ കുറവാണ്. പക്ഷേ ബാക്കി എല്ലാ സ്ഥലത്തും നിങ്ങൾ നോക്കിക്കോളൂ, ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പോയി എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ആരും ചോദിക്കില്ലല്ലോ എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്ന്. അവിടെ മാത്രം പാരൻറ്റിങ്ങിൽ മാത്രം വി ഡോണ്ട് ഹാവ് എനി എക്സ്പീരിയൻസ്. ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ്, ഫസ്റ്റ് ടൈം വി ആർ ഗ്രൂമിങ് എ ചൈൽഡ്. സോ അവിടെ നമുക്കറിയില്ല പല കാര്യങ്ങളും. ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ള പല സിസ്റ്റംസ് ഓഫ് എഡ്യൂക്കേഷൻ നമുക്കിന്ന് അവൈലബിൾ ആണ്. നമ്മൾ പഠിക്കുന്ന കോണ്ടന്റ് ഏത് ഡെപ്തിൽ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. ഞാൻ പല കമ്പനികളുടെയും HR കൺസൾട്ടൻ്റ് ആണ്. അതായത് പാനലിലിരുന്ന് കുട്ടികളെ ജോലിക്ക് എടുക്കുന്ന ആളാണ്. അപ്പോൾ പല ക്യാമ്പസ് ഇൻ്റർവ്യൂകൾ നടത്താനായിട്ട് പല MNCയുടെയും ഭാഗമായിട്ട് ഞാൻ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്, കുട്ടികൾക്ക് 90% മാർക്കുണ്ട്, 95% മാർക്കുണ്ട്. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന് ഇപ്പോൾ കമ്പ്യൂട്ടർ എന്താ പഠിച്ചത്, ഞാൻ BTech ഇൻ കമ്പ്യൂട്ടർ പഠിച്ചു. ശരി, എന്തൊക്കെ ചെയ്യാനറിയാം, അതെല്ലാം ചെയ്യാനറിയാം, ഇതാണ് ഉത്തരം. ശരി, നിനക്ക് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ അറിയാമോ? അപ്പോൾ അവൻ്റെ ഉത്തരം ഇതാണ്. അത് ഒരു സെമസ്റ്ററിൽ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ ഉണ്ടായിരുന്നു. അതിങ്ങനെ കുറച്ചൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. വളരെ ഇതായിട്ട് ക്ലിയർ ആയിട്ട് ഇൻ്റർവ്യൂവർ വീണ്ടും ഒരു ചോദ്യം ചോദിക്കും, അറിയാമോ അറിയില്ലയോ? അറിയില്ല. രണ്ടാമത്തെ ചോദ്യം, ശരി അതറിയില്ല, അപ്പോൾ ഇനി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ അറിയാമോ? അതും പഠിക്കാൻ ഒരു സെമസ്റ്ററിൻ്റെ മൂലയ്ക്ക് ഉണ്ടായിരുന്നു, അതും അറിയില്ല. അറിയാമോ? മൊത്തത്തിൽ എനിക്ക് കമ്പ്യൂട്ടർ അറിയാം, അതിൽ എന്തെങ്കിലും ഒരു വസ്തു അറിയോ? അറിയത്തില്ല. നിങ്ങൾ ഈ കാടടച്ച് പഠിച്ചതുകൊണ്ടായില്ല. ആ പഠിക്കുന്ന സാധനത്തിൽ നിന്ന് ഒരു സാധനത്തിൽ നിങ്ങൾ പുലിയായിരിക്കണം, പുപ്പുലിയായിരിക്കണം. അതായത് കമ്പ്യൂട്ടർ പഠിച്ചു, കമ്പ്യൂട്ടറിൽ ഒരുപാടുണ്ട്. വാട്ട് ആർ യു ഗുഡ് അറ്റ്? ഹാർഡ്വെയർ ആണോ, സോഫ്റ്റ്വെയർ ആണോ, പ്രോഗ്രാമിംഗ് ആണോ, ഡിസൈനിങ് ആണോ, ഡെവലപ്പിംഗ് ആണോ, എന്താ സാധനം? ആ ഏതിലാണ് നീ പുലി? അത് നിനക്ക് ധൈര്യപൂർവ്വം നിന്റെ എംപ്ലോയറിന്റെ മുന്നിൽ പറയാൻ പറ്റണം. ഞാൻ പഠിച്ചത് BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ്, ബട്ട് ഐ എം റിയലി ഗുഡ് അറ്റ് പ്രോഗ്രാമിംഗ് ഓർ റിയലി ഗുഡ് അറ്റ് സംതിങ് എൽസ്. ഇതിൽ മായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഞാൻ എൻ്റെ പ്രൊജക്റ്റ് ചെയ്തത് അതുമായി ബന്ധപ്പെട്ടാണ്, എൻ്റെ ഇന്റേൺഷിപ്പ് ചെയ്തത് അതുമായി ബന്ധപ്പെട്ടാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഏത് ചോദ്യത്തിനും ഉത്തരം പറയാനുള്ള ത്രാണിയുണ്ട്. ബിക്കോസ് ദാറ്റ് ഇസ് മൈ പാഷൻ, ദാറ്റ് ഇസ് മൈ ഇൻട്രസ്റ്റ്. ഇങ്ങനെ പറയാൻ പറ്റണം. അല്ലാതെ ഞാൻ മറ്റേ കോഴ്സ് പഠിച്ചു, മറിച്ച കോഴ്സ് പഠിച്ചു, മാർക്ക് നോക്ക്, സർട്ടിഫിക്കറ്റിൽ ഇത്രയുണ്ട്, ഹു വാണ്ട്സ് ഇറ്റ്? അതല്ല ആവശ്യം. ഇത് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ, മലയാളി കുട്ടികളുടെ പ്രശ്നമാണോ അതോ പൊതുവേ ഉള്ള പ്രശ്നമാണോ? ഇത് ഇന്ത്യയിൽ മൊത്തം ഞാൻ പറഞ്ഞാൽ ഈ ഒരു പ്രശ്നം കാണലുണ്ട്. ഇന്ത്യയിലെന്ന് പറയുമ്പോഴത്തേനും ഇപ്പം മിഡിൽ ഈസ്റ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ പഠിച്ചു വരുന്ന കുട്ടികൾ, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എന്താ പറയാ, കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ അറിയാം, പക്ഷെ പ്രായോഗിക തലത്തിൽ അപ്ലൈ ചെയ്യാൻ അറിയില്ല. അതിലേതാണ് ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്നൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് തന്നെ മറുപടി പറയാൻ അറിയില്ല. അതൊക്കെ പോട്ടെ, ഇന്റർവ്യൂവിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എപ്പോഴും ഏത് സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ടെൽ മീ സംതിങ് അബൌട്ട് യുവർ സെൽഫ് ആണ്. ഇത് ഇന്റർവ്യൂ പാനലിലിരിക്കുന്നവൻ മുഖത്ത് നോക്കി താനാരാന്ന് ചോദിക്കുമ്പോൾ മാനത്ത് നോക്കി ഇവൻ ചിന്തിക്കുവാ ഞാനാരാന്ന്. നമുക്ക് നമ്മളെ പറ്റി പറയാൻ അറിയില്ലെങ്കിൽ ഹൂ ഈസ് ഗോണ കം ആൻഡ് ടെൽ അബൌട്ട് യു? അത് നിങ്ങൾ തന്നെയല്ലേ പറയേണ്ടത്. അതുപോലും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഇങ്ങനെ വന്നാൽ എന്താ ചെയ്യുക? പക്ഷെ ഐ ബിലീവ് ഇൻ വൺ തിങ്, ലൈക്ക് ആരും കഴിവ് കേട്ടവരല്ല, എല്ലാവർക്കും കഴിവുണ്ട്. എല്ലാ പിള്ളേർക്കും ഒരു സാധനത്തിൽ അല്ലെങ്കിൽ മറ്റൊരു സാധനത്തിൽ ദേ ആർ റിയലി സ്മാർട്ട്. പക്ഷെ ആ സ്മാർട്ടായിട്ടുള്ള സാധനം കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ആ സാധനത്തിനെ കറക്റ്റായിട്ട് ഗ്രൂം ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയില്ല എങ്കിൽ യു വിൽ ബി ടോട്ടലി ഫ്രസ്ട്രേറ്റഡ്, ടോട്ടലി ഡിപ്രസ്ഡ്. കാരണം നമ്മൾ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം നമ്മുടെ ജോലി സ്ഥലത്താണ് ചെലവഴിക്കാൻ പോകുന്നത്. നമ്മുടെ സ്കൂളിൽ ചെലവഴിച്ചതിനേക്കാളും കൂടുതൽ സമയം, വീട്ടിൽ ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കരിയറിലാണ്. സോ കരിയർ ഷുഡ് ബി സംതിങ് വിച്ച് ഇസ് ഓഫ് റിയൽ ഇൻട്രസ്റ്റ് ടു യു, റിയൽ പാഷൻ ടു യു. എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജോലി ആസ്വദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ടൈം പാസ് അല്ലെങ്കിൽ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആണ് എല്ലാവരും. അതെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. പണ്ട് ഈ അമ്പലങ്ങളിലൊക്കെ ഉത്സവം നടക്കുന്ന സമയത്ത്
നമ്മളൊക്കെ കളിച്ചിട്ടുള്ള ഒരു ഡാർട്ട് ഗെയിം എന്ന് പറയും. അതായത് ഒരു ചുമരയിൽ കുറേ വട്ടം വരച്ച് വെച്ചിട്ട് ഒരു സാധനം നമ്മളൊരു ഇവിടെ നിന്ന് എറിയാം. അത് അതിൻ്റെ നടുവിലുള്ള സെൻറ്റർ പോയിന്റിൽ കൊള്ളുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടും. അതിന് കുറച്ച് മാറിയിട്ടാണെങ്കിൽ വേറൊരു സമ്മാനം കിട്ടും. അങ്ങനെ ഒരു ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ലൈക്ക് ഈ സാധനത്തിനെ എറിഞ്ഞ് അതിൻ്റെ സെൻറ്റർ പോയിന്റ് കൊള്ളിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആ കളി, അല്ലെങ്കിൽ അതാണ് നമ്മുടെ ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശം. പക്ഷേ ഇതിനൊരു കരിയറുമായി ബന്ധപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ആൾക്കാർ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ചുമര്, ആ ചുമരിൽ ഇങ്ങനെ നിന്നിട്ട് അതിൻ്റെ കുറേ ദൂരം മാറി നിന്നിട്ട് ഈ സാധനം എടുത്ത് ഒരു എറിയും. അത് എവിടെയോ പോയി കൊള്ളും. ആ കൊള്ളുന്ന സ്ഥലത്ത് പോയി നിന്നിട്ട് വട്ടം വരയ്ക്കും. എന്നിട്ട് തിരിഞ്ഞു എന്ന് പറയും ഞാൻ കൊള്ളിച്ചേ, സന്തോഷമായി എന്ന് പറയും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കും, ഈ സന്തോഷം വളരെ കുറച്ച് നാളെ നീണ്ടു നിൽക്കും. അത് 4 പേരെ കാണിക്കാൻ നിങ്ങൾ ഉണ്ടാക്കിയ സന്തോഷമാണ്. ദാറ്റ് ഇസ് നോട്ട് യുവർ റിയൽ ഹാപ്പിനെസ് ആൻഡ് ദാറ്റ് വാസ് നോട്ട് യുവർ ഗോൾ. എറിഞ്ഞെടുത്ത് അത് കൊണ്ടു അവിടെ പോയി നിങ്ങൾ വരച്ചു എന്നിട്ട് ഞാനത് ചെയ്തു എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് 100% സാറ്റിസ്ഫാക്ഷൻ തരില്ല. ലൈഫിൽ യു വോണ്ട് ബി ഹാപ്പി. സോ ആദ്യം നിങ്ങൾ ഈ വര ആദ്യം വരച്ചിട്, എന്നിട്ട് അതിൻ്റെ നടുക്ക് കൊള്ളിക്കാൻ ശ്രമിക്കുക. തിരിച്ചു ചെയ്യാതെ, തിരിച്ചു ചെയ്തിട്ടുണ്ടെങ്കിൽ യു വോണ്ട് ബി ഹാപ്പി. ഓക്കെ, ഇപ്പം നമ്മൾ ഒരുപാട് പറഞ്ഞു. ഇപ്പം ശ്രീവിദ്യയുടെ ആ ഒരു മേഖലയെക്കുറിച്ച്, പർട്ടിക്കുലർ മേഖലയെക്കുറിച്ച് ഒന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പറയാം. എന്തൊക്കെ ചെയ്യുന്നു? ഞാൻ ബേസിക്കലി ആം എ മോട്ടിവേഷണൽ സ്പീക്കർ ആൻഡ് ട്രെയിനർ. സോ ഞാൻ പല സ്ഥലങ്ങളിലും പോവും. ക്രൗഡ്, അത് മീൻ ലൈക്ക് ആളുകളോട്, അത് കോളേജ് സ്റ്റുഡൻസ് ആവാം, സ്കൂൾ സ്റ്റുഡൻസ് ആവാം, ടീച്ചേഴ്സ് ആവാം, കുട്ടികളാവാം, കോർപ്പറേറ്റ് കമ്പനീസ് ആവാം. ഞാൻ 4 ഭാഷ സംസാരിക്കും: ഇംഗ്ലീഷ്, മലയാളം, തമിഴ് ആൻഡ് ഹിന്ദി. സോ ഈ 4 ഭാഷയിൽ ഏതാണോ വേണ്ടത് അതിൽ ഇവരെ മോട്ടിവേറ്റ് ചെയ്യും. ഒരു മോട്ടിവേഷണൽ സ്പീച്ച്, അത് ചിലർ 1 മണിക്കൂർ, ചിലർ 2 മണിക്കൂർ, ചിലർ 3 മണിക്കൂർ, ചിലർ ഡേ ലോങ് പ്രോഗ്രാംസ് ഇത് ചെയ്യും. ആൻഡ് അതർ ദാൻ ദാറ്റ് ഞാൻ കോളേജുകളിൽ പോയി പരിപാടി ചെയ്യും. കോളേജിൽ ഞാൻ പ്രധാനമായി ചെയ്യുന്നത് ഇൻ്റർവ്യൂ മാനേജ്മെൻറ്റ് എന്ന പരിപാടിയാണ്. അതായത് ഒരു CV എഴുതി തുടങ്ങുന്നത് മുതൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ താങ്ക് യു ലെറ്റർ അയക്കുന്നത് വരെ ഉള്ള ആ പ്രോസസ്സ് എന്താണ് എന്നുള്ള എക്സ്പ്ലനേഷൻ, ആ ഒരു വർക്ക്ഷോപ്പാണ് ഇൻ്റർവ്യൂ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി കുട്ടികൾക്ക് CV, റെസ്യൂമെ, ബയോഡേറ്റ, ഈ 3 സാധനം 3 ആണെന്ന് പോലും അറിയത്തില്ല. ഒരേ സാധനം എടുത്ത് കൈ വെച്ചിട്ട് ഒരേ പേര് ഈ 3 എണ്ണത്തിന് വിളിക്കുകയാണ്. എന്താണ് ഞാൻ ഉണ്ടാക്കേണ്ടത്, അതിലെന്താണ് ഉണ്ടാവേണ്ടത്? ഞാൻ ബേസിക്ക് പറയാം. ചില ഇമെയിൽ IDs കുട്ടികൾ കണ്ടിട്ടുണ്ടെങ്കിൽ, കാരണം ഞാൻ പാനലിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്കറിയാം. ഇമെയിൽ ID romeo007@yahoo.com, അപ്പുവിൻ്റെ ചക്കര@gmail.com. See, such unprofessional email IDs and you are telling that you are matured enough to get onto a job. See, even small things like this കേൾക്കുമ്പോൾ നമുക്ക് ഓക്കെ ചിരിക്കാൻ തോന്നും. പക്ഷേ when you get on to it, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ പറയുന്നു യു വോണ്ട് സം ലൈക്ക് നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷൻ അതാണ് ഇതാണെന്നൊക്കെ നിങ്ങൾ എഴുതുന്നു. എന്നിട്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മുടിയൊക്കെ കൂർപ്പിച്ച് കാക്കറി ബേക്കറി എന്നുള്ളൊരു ഫോട്ടോയും കൊടുത്ത് DJ ആണ് എൻ്റെ ഇഷ്ടം എന്ന് നിങ്ങളെ പ്രൊജക്റ്റ് ചെയ്യുന്നു. സോ വാട്ട് ഇസ് ഇറ്റ് യു വോണ്ട് ടു ബി? ഗോ ഇൻ ദ സെയിം പാത്ത് ആക്ച്വലി. ലൈക്ക് എന്താണോ വേണ്ടത് അതിൽ പോ. അപ്പം ഈ ഇൻ്റർവ്യൂ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള കുറേ കാര്യങ്ങൾ എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു സെഷൻ. ആൻഡ് പിന്നെ ഒരു സെഷൻ എന്ന് പറയുന്നത് കരിയർ ഓറിയൻറ്റേഷനാണ്. അതാണ് എൻ്റെ ഒരു കോർ ഡൊമൈൻ. അതിനകത്ത് 12ാം ക്ലാസ് കഴിഞ്ഞ് ഒരു കുട്ടിക്ക് എടുക്കാൻ പറ്റുന്ന വിവിധ തരം കോഴ്സുകൾ എന്തൊക്കെയാണ്, ആ കോഴ്സിൽ പഠിപ്പിക്കുന്നത് എന്താണ്, അത് പഠിച്ചിറങ്ങിയാൽ എവിടെയാണ് ഈ കുട്ടിക്ക് ജോലി കിട്ടുക, ഇതാണ് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രശ്നം, ഇപ്പം ന്യൂ ജനറേഷൻ കോഴ്സുകളായി നമ്മൾ പറയുന്ന ബയോടെക്നോളജി, ബയോകെമിസ്ട്രി, നാനോ ടെക്നോളജി നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് NRIs നാട്ടിൽ വരുമ്പോൾ ഈ ബാംഗ്ലൂർ സ്ഥലത്തുള്ള ഏജന്റുമാർ കൊത്തിയെടുത്തുകൊണ്ട് പോയിട്ട് ഇത്തരം കോഴ്സുകൾക്ക് കൊണ്ടിടുകയാണ്. അപ്പം വെറും കെമിസ്ട്രി പഠിക്കുന്നതിന് പകരം ബയോ കെമിസ്ട്രി പഠിച്ചാൽ എന്തോ ഒരു ആന സാധനം. പക്ഷെ അത് എന്താ ഇതിൽ പഠിപ്പിക്കണത് അതാദ്യം മനസ്സിലാക്ക്. എന്താണ് ബയോടെക്നോളജി? അത് ബയോളജിയുടെയും ടെക്നോളജിയുടെയും കോമ്പിനേഷൻ. നോ, അതിനപ്പുറം ബയോടെക്നോളജിക്ക് ഒരു എക്സ്പ്ലനേഷനും ഉണ്ട്. അത് തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ അല്ല, പ്രാക്ടിക്കൽ എക്സ്പ്ലനേഷൻ. നാനോ ടെക്നോളജി എന്തിനത് പഠിക്കണം? പണ്ട് കാലത്ത് മൊബൈൽ കയ്യിലെടുത്ത് വെച്ചിട്ട് നമ്മൾ പറയായിരുന്നു ഇതുകൊണ്ട് പട്ടി എറിഞ്ഞാൽ പട്ടി ചത്തുപോകും. പക്ഷെ ഇന്ന് അതേ മൊബൈൽ തന്നെ വളരെ സ്ലീക്കായി. പക്ഷെ ആപ്ലിക്കേഷൻസിന്റെ എണ്ണം കൂടി. അന്നുള്ളതിന്റെ ഇരട്ടി സാധനം നമുക്കിതിൽ കിട്ടുന്നു. എങ്ങനെ പറ്റി? വലിപ്പം കുറഞ്ഞു, പക്ഷേ ഉപയോഗം ലൈക്ക് അതിന്റെ ആപ്ലിക്കേഷൻ കൂടി. ആപ്ലിക്കേഷൻ ഓഫ് നാനോ ടെക്നോളജി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക പിള്ളേർക്ക്. പ്രായോഗിക തലത്തിൽ അതിൻ്റെ ഉപയോഗം എന്താണ്, ആ കോഴ്സിൻ്റെ ഉപയോഗം. അപ്പോൾ പിള്ളേർക്ക് മനസ്സിലാവും ഇത് പഠിച്ചാൽ എനിക്ക് എവിടെയാണ് ജോലി കിട്ടുക. ഇത്തരം കോഴ്സുകളൊന്നും പഠിച്ചു കഴിഞ്ഞാൽ ആ 2 പ്രൊഫഷനെ നിങ്ങൾക്ക് എടുക്കാനുള്ളൂ. ഒന്നുകിൽ ടീച്ചിങ് അല്ലെങ്കിൽ റിസർച്ച്. ഇത് രണ്ടും ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ പറ്റത്തില്ല. ഇത് രണ്ടും ചെയ്യണമെങ്കിൽ മിനിമം നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷനെങ്കിലും കഴിയണം.
സോ 12ാം ക്ലാസ് കഴിഞ്ഞ് ഒരു 5 വർഷമെങ്കിലും മുമ്പിലില്ല എങ്കിൽ ഇതിനൊന്നും പോവരുത്. ഒരു 3 വർഷത്തിൽ കെട്ടിച്ചു വിടണമെന്നാണ് ഉദ്ദേശമെങ്കിൽ വേറെ വല്ലതിനും പോ. ദാറ്റ് ഇസ് നോട്ട് യുവർ കപ്പ് ഓഫ് ടീ. സോ ഇതുപോലെ ഈ ന്യൂ ജനറേഷൻ കോഴ്സുകൾ, അതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസി, പിന്നെ ആക്ച്വറിയൽ സയൻസ്, എഞ്ചിനീയറിംഗിൽ തന്നെ പല ഡിഫറെൻറ്റ് ഓപ്ഷൻസ്, മെഡിസിൻ ആണെങ്കിൽ തന്നെ MBBS, BDS, വെറ്റിനറി, ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ആരാണ് ഏതെടുക്കേണ്ടത്, പിന്നെ അതുപോലെ നമ്മൾ സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഓപ്ഷൻസ്, ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്താണ്, ആർമി നേവി എയർഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, എയർ റിലേറ്റഡ് കോഴ്സസ് എന്തൊക്കെയാണ് നമുക്ക് അവൈലബിൾ, ISRO, NASA, VSSC പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പം ആസ്ട്രോണമി അല്ലെങ്കിൽ ലൈക്ക് ആസ്ട്രോഫിസിക്സ് ലൈക്ക് അതുപോലുള്ള സംഭവങ്ങളിലേക്കുള്ള പ്രവേശനം, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും സമഗ്രമായി പറഞ്ഞു പോകുന്ന ഒരു ഇതാണ്. പക്ഷേ എൻ്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇതാണ് ലോകത്തിലെ ഏറ്റവും മികച്ച കോളേജ് എന്ന് കേൾക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഒരു കോളേജുകാരൻ്റെ ഒന്നും പൈസ വാങ്ങിയിട്ടില്ല, ഞാനിനി വാങ്ങയില്ല. എനിക്ക് 2 മക്കളുണ്ട്. ഞാൻ ഈ പൈസ വാങ്ങി ഈ കുട്ടികളുടെ ജീവിതം തൊലച്ചാൽ എൻ്റെ പിള്ളേർ നന്നാവില്ല. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ബേസിക്കലി കേരളത്തിൽ തന്നെ ഇപ്പോൾ 12ാം ക്ലാസ് കഴിഞ്ഞാൽ ഡിഗ്രിക്ക് തന്നെ ജനറൽ ഡിഗ്രി ഉണ്ട്, പ്രൊഫഷണൽ ഡിഗ്രി ഉണ്ട്, ഓണേഴ്സ് ഡിഗ്രി ഉണ്ട്, ഇൻറ്റഗ്രേറ്റഡ് ഡിഗ്രി ഉണ്ട്. ഈ 4 എന്താണ്? BA എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ഓണേഴ്സ് എന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് കുണുക്കിട്ടൊരു സാധനമാണ്, അത് നല്ലതാന്ന്, മറ്റേ BA ഇതിനെന്തോ കൊമ്പുണ്ട്. അങ്ങനെയല്ല. മനസ്സിലാക്കുക എന്താണ് അതിൻ്റെ ഡിഫറൻസ്, എന്തുകൊണ്ട് ഞാൻ അതിന് ചേരണം, എന്തിന് ഞാനത് ചേരാൻ പാടില്ല. സോ ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളെയും പറഞ്ഞു പോകുന്ന സമഗ്രമായൊരു വർക്ക്ഷോപ്പാണ് ഈ 3 hour വർക്ക്ഷോപ്പ്. ഞാൻ ഖത്തറിൽ വന്നതും ആ വർക്ക്ഷോപ്പിനാണ്. അതെ, ഞാൻ വളരെ ഇപ്പം ശ്രീവിദ്യയുടെ കുറെ ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. ഈ നാട്ടിൽ പലപ്പോഴും നമ്മുടെ മലയാളികൾ, ഞാൻ ഫോക്കസ് ചെയ്ത് പറയാണ്, മലയാളികൾ പലപ്പോഴും എലികളെ പോലെയാണ്. എന്ന് വെച്ചാൽ അവരത്ര വലിയ കാര്യമായിട്ടില്ല, ഇങ്ങനെ വളരെ പതുങ്ങി ഇതൊക്കെ. പക്ഷെ നാടിന് പുറത്ത് ഇപ്പോൾ ഗൾഫിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ വളരെ പുലികളാണ്. ഈ പറഞ്ഞ പോലെ എല്ലാ ജോലിയിലും അവരാണ് മുൻപന്മാർ. എന്തുകൊണ്ടാണ് ഇവർ ഈ നാട്ടിൽ ഈ ഒരു ഇതൊന്നും എടുക്കാതെ ഇവരിങ്ങനെ പതുങ്ങിയിരിക്കും, പക്ഷെ നാട്ടിൽ പുറത്ത് കിടക്കുമ്പോൾ അവർ വളരെ മാറുകയും ചെയ്യും? എന്താണ് ആറ്റിറ്റ്യൂഡിലുണ്ടാകുന്ന ഒരു ഡിഫറൻസ്? ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില സാധനങ്ങൾ നമ്മുടെ പൊസഷനിലായി കഴിഞ്ഞാൽ, നമ്മുടേതായി കഴിഞ്ഞാൽ നമുക്കൊരു തോന്നലുണ്ട് നമ്മുടെ സാധനമാണ്, ഇനി നമ്മളതിന് കൂടുതലൊന്നും ഇത് ചെയ്യേണ്ട കാര്യമില്ല. നാട് നമുക്ക് നമ്മുടെതെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. അവിടെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. ഞാൻ കാലം കേട്ടി ഇരുന്ന് കഴിഞ്ഞാലും ഇത് എൻ്റെ സ്ഥലമാണ്, ആരും എന്നോട് ഇത് ചെയ്യാനില്ല. ഇത്തരം ചിന്താഗതികളും ആറ്റിറ്റ്യൂഡും ഒക്കെ നമുക്കുണ്ട്. നാട് വിട്ട് പുറത്തേക്ക് വരുമ്പോഴത്തേനും നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പക്ഷെ നാട്ടിലുള്ളപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു തോന്നലുണ്ട് ഇവിടെ ഈത്തപ്പനയിൽ കൊലച്ച് കിടക്കുന്നത് ദിറംസും റിയാലും ഒക്കെയാണെന്ന്. പക്ഷെ ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊന്നും അല്ല ഇവിടെ കൊലച്ച് കിടക്കുന്നത്, ഇവിടെ കിടക്കുന്നത് ഈത്തപ്പനയിൽ ഈത്തപ്പഴം തന്നെയാണ് കിടക്കുന്നത്. അത് മനസ്സിലാകുന്നത് ഇവിടെ വരുമ്പോഴാണ്. അപ്പോൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അപ്പോഴാണ് നമുക്ക് ഈ ഫാൻറ്റസി ലോകത്തിൽ നിന്ന് റിയാലിറ്റിയിലേക്ക് വരുന്നത്. പിന്നെ നമുക്ക് ജീവിക്കണം. ആ ജീവിക്കാനുള്ളൊരു ഒരു ഫയർ അങ്ങ് വന്നു കഴിഞ്ഞാലേ നമ്മൾ എന്തും ചെയ്യും. അത് നാട്ടിൽ തന്നെ വളരെ സാധാരണമായ എക്സാമ്പിൾസ് നമുക്ക് കാണാം. ഒരുപാട് മൂക്കെ പല്ല് വരുമ്പോൾ പഠിക്കും, ഒരു ലക്ഷ്യവും ഇല്ല. പക്ഷെ അവസാനം മനസ്സിലാവും ജോലി ഇല്ലെങ്കിൽ ഒരു നിവർത്തിയും ഇല്ല, മൊബൈൽ ചാർജ് ചെയ്യാൻ പോലും നിവർത്തിയില്ല. അന്നേരം ആളുകൾ ബാങ്ക് കോച്ചിങ്ങിനും LD ക്ലർക്കിന്റെ കോച്ചിങ്ങിനും ഒരു ഓട്ടം ഓടും. ആ സ്ഥലത്ത് നിങ്ങളൊന്ന് പോയി നോക്കണം എന്താ അവിടുത്തെ ഒരു എനർജി ലെവൽ. കാരണം ആവശ്യമാണ്, അത്യാവശ്യമാണ്. ജോലി കിട്ടിയില്ലെങ്കിൽ നിവർത്തിയില്ല. അപ്പം ആ ഒരു അത്യാവശ്യം എന്നൊരു ഫീൽ ഉണ്ടല്ലോ, ആ നീഡ് എന്ന് നിങ്ങൾക്ക് വരുന്നോ അന്ന് നാടായാലും ശരി കാടായാലും ശരി നിങ്ങൾ എന്ത് പണി കൊടുക്കും. ആ നീഡില്ലാതെ അപ്പനപ്പൂപ്പന്മാരുണ്ടാക്കിയ സ്വത്ത് ഞാൻ കാല് നീട്ടിയിരുന്ന് തിന്നും എന്ന് വിചാരിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഒരിക്കലും ആ സ്പാർക്ക് നിങ്ങളിൽ വരില്ല, എവിടെയായാലും നിങ്ങൾ പണിയെടുക്കുകയില്ല. അപ്പം അതുകൊണ്ട് ഏത് തലമുറയായാലും നമ്മുടെ പിൻതലമുറ നമുക്കുണ്ടാക്കി വെച്ച സമ്പാദ്യം കൊണ്ട് ഞാൻ ജീവിച്ചുകൊള്ളും എന്ന ആറ്റിറ്റ്യൂഡ് മാറിയിട്ട് തന്നെ ഈ പറയുന്ന പോലെ എനിക്കിനി അടുത്തൊരു തലമുറ വരാനുണ്ട്, അവർക്ക് വേണ്ടിയും ഞാൻ ഉണ്ടാക്കണം. പാരൻസിനോട് എനിക്ക് പറയാനുള്ളത് ഈ ഓവർ സൗകര്യങ്ങൾ കൊടുക്കണ്ട എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കേണ്ടെന്നല്ല, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കണ്ടെന്നല്ല, ഒക്കെ കൊടുത്തു. പക്ഷെ ഒക്കത്തിനൊരു ഒരു ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് എനിക്ക് തോന്നുന്നു സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ 4-ലും 5-ലും കാണുന്ന കുട്ടികളുടെ കയ്യിൽ മൊബൈലും ലാപ്ടോപ്പും ടാബ്ലറ്റും. അതെ, ഇന്നിപ്പോൾ അവർ സംസാരിക്കുന്ന അത്ര ഒരു ലോകത്തെ കുറിച്ചാണ്. കാരണം പിള്ളേര് അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ ഒരു നോളജ് ലെവലിന്റെ എത്രയോ അപ്പുറമാണ് പിള്ളേർ. അവിടെയും ചില അമ്മമാരൊന്നും ഞാൻ പറയാറുണ്ട്, അമ്മമാരൊന്നും ചിലപ്പം ടെക്നോളജിയിൽ അപ്ഡേറ്റ് ചെയ്യാൻ ഇവർ നോക്കാറേ ഇല്ല. അതായത് അമ്മ ഇപ്പോഴും പറയാറുള്ളത്, ഇത് സാധാരണഗതിയിൽ അമ്മമാർ പറയാറുള്ളത്, മൊബൈലുണ്ട്, പച്ച ഞെക്കുക, കോൾ എടുക്കണം, ചുവപ്പ് ഞെക്കുക, അവസാനിപ്പിക്കണം. ഇതെനിക്കറിയാം, എനിക്ക് ഇത്രേ വേണ്ടു, ഇതിൻ്റെ അപ്പുറം ഒന്നും എനിക്ക് പഠിക്കണ്ട. പക്ഷെ മക്കള് വേന്ദ്രന്മാരാ, അവർ ഈ അമ്മയെ കാര്യമായി പറ്റിക്കും. ട്രിവാൻഡ്രത്ത് ഈയിടയ്ക്കാണെന്നൊരു കേസിനകത്ത് ഫേസ്ബുക്കിലൊക്കെ അതിങ്ങനെ കയറി പ്രചരിച്ചിരുന്നു. ഇതൊരു മകള് ഒരു പയ്യനായിട്ട് പ്രേമുണ്ടായിരുന്നു.
അപ്പോൾ വല്ലാണ്ട് ഇതായി, അവസാനം വീട്ടിൽ ഇഷ്യൂസൊക്കെ ആയി. അപ്പോൾ ഇങ്ങനെ ഇതിൽ വന്നു. അപ്പം പയ്യൻ പറഞ്ഞു, ഈ പെൺകൊച്ച് എന്നോട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, പെണ്ണിൻ്റെയും ഇതുണ്ട്. അപ്പം പെണ്ണിൻ്റെ അമ്മ പറയാണ്, ഇല്ല എൻ്റെ മോള് ഭയങ്കര ഇതാണ്, സംശുദ്ധയായ മകളാണ്, അവൾ ആരോട് സംസാരിച്ചിട്ടൊന്നുമില്ല, അവൾക്ക് സ്വന്തമായിട്ട് ഫോൺ പോലും ഇല്ല, എൻ്റെ ഫോണാണ് ഉപയോഗിക്കുന്നത്, അവൾ അങ്ങനെ മിസ്യൂസ് ചെയ്തിട്ടില്ല. അവസാനം സൈബർ ഇതിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തപ്പോഴത്തേനും ഇവർ തമ്മിൽ അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിച്ചിട്ടുണ്ട്. കുറേ ഇങ്ങോട്ട് ഉള്ളിലേക്ക് ഇത്. അപ്പോൾ അമ്മ പറയുന്നു, ഇല്ല ഇത് സംഭവം നടന്നിട്ടുണ്ട്, അതെങ്ങനെ? അപ്പോൾ സംസാരം ഇങ്ങനെ സംഭവം നോക്കുമ്പോഴാണ് ഈ കോൾ നമ്മുടെ മൊബൈലിനുള്ളിൽ ഈ പയ്യൻ്റെ പേര് ഈ പെൺകുട്ടി അടിച്ചു വെച്ചേക്കുന്ന ലോ ബാറ്ററി എന്നാണ്. പയ്യൻ്റെ പേര് ഈ സുരേഷ് എന്നോ രമേഷ് എന്നോ ഉള്ള സ്ഥലത്ത് ലോ ബാറ്ററിയാണ്. ആൻഡ് ഈ ഫോൺ എപ്പോഴും ഉള്ളത് ലൈറ്റ്സ് ഓൺലി മോഡിലാണ്. അപ്പോൾ ഈ കോള് വരുമ്പോഴത്തേന് ലോ ബാറ്ററി എന്നും പറഞ്ഞ് മിന്നും. താഴെ കോളിംഗ് എന്ന് വളരെ ചെറിയ അക്ഷരത്തിലാണ് എഴുതുന്നത്. ആ ഫോണ്ട് വളരെ ചെറുതാണ്, പക്ഷെ ആളുടെ പേരാണ് വലിയ ഫോണ്ടിൽ. അപ്പോൾ ഈ ലോ ബാറ്ററി എന്ന് പറഞ്ഞ് മിന്നും. അപ്പോൾ അമ്മ ഉടനെ എന്തു ചെയ്യും, മക്കളെ ബാറ്ററി കുറവാടാ, കൊണ്ടുപോയി ചാർജ് ചെയ്യാന്ന് പറയും. മോളകത്ത് പോയി അസാധ്യ ചാർജിങ് ആയിരുന്നു. സി ടെക്നോളജി, നമ്മള് പാരൻസ് അത് വേണ്ട എന്ന് പറഞ്ഞ് ഇവരിങ്ങ് മാറി നിൽക്കുമ്പോൾ മക്കൾ നിങ്ങളുടെ തലക്ക് കയറുക എന്നുള്ള ബോധം വേണം. അപ്പം നിങ്ങൾ ഈ ഓട്ടത്തിനൊപ്പം ഓട്, നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, നിങ്ങൾ ഒതുങ്ങാതെ. അല്ല എനിക്കൊന്നും ആവശ്യമില്ല, എൻ്റെ കാലം കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് കേൾക്കുന്ന അച്ഛനമ്മമാർ ലോ ബാറ്ററി കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഒരുപക്ഷെ ശ്രീവിദ്യ ഒരു ഇത്രയും വളരെ എനർജറ്റിക് ആയ ശ്രീവിദ്യയെ മോട്ടിവേറ്റ് ചെയ്ത് ശരിക്കും ഒരു മോട്ടിവേഷൻ ആരാണ് തന്നിട്ടുള്ളത്? എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ ഇസ് എ സിംഗിൾ പാരൻറ്റ്. ആൻഡ് അമ്മ എന്നെ വളർത്തിയ ഒരു ബോൾഡ്നെസ്, ജീവിതത്തിൽ ഉണ്ടായ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാം മറന്ന് അല്ലെങ്കിൽ മാറ്റിവെച്ച് തൻ്റെ മകളെ ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിച്ച് അവളിൽ ഞാൻ അറിയപ്പെടും എന്ന ധൈര്യത്തോടെ കുട്ടിക്കാലത്തെ, അതായത് അമ്മ മറ്റുള്ളവരോട് പറഞ്ഞ് എന്നിൽ അത് ദാറ്റ് ഹാസ് ഗിവൺ മീ എ ലോട്ട് ഓഫ് കോൺഫിഡൻസ്. അതായത് അമ്മയ്ക്ക് എന്നിലുണ്ടായിരുന്ന വിശ്വാസം, ആ വിശ്വാസത്തിന് തകർക്കാൻ ഞാൻ ഇത് ചെയ്തിട്ടില്ല. ആ വിശ്വാസം ഐ ഹാഡ് ടു കീപ് ദാറ്റ്. അമ്മ ഇപ്പോഴും കൂടെയുണ്ട്, തീർച്ചയായും. അത് അമ്മ ഇപ്പോഴും എൻ്റെ കൂടെ എന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഞാനിപ്പോഴും അമ്മയുടെ കൂടെയാണ്. എനിക്ക് ഹസ്ബൻഡ് വളരെ സപ്പോർട്ടീവാണ്. അപ്പോൾ പുള്ളിയും പിന്നെ 2 മക്കളുണ്ട് എനിക്ക്. മൂത്ത മകൻ 6ാം ക്ലാസ്സിലാണ്, രണ്ടാമത്തെ മകൾ UKG-യിലാണ്. അപ്പോൾ ആയിട്ട് വളരെ കാമായി ഇങ്ങനെ പോകുന്നു. ഒരുപക്ഷെ ഈ പ്രോഗ്രാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് ശ്രീവിദ്യയെ കോണ്ടാക്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ഇത് പരിപാടി തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവട്ടെ. അപ്പോൾ എന്താണ് അതിനുള്ള മാർഗങ്ങൾ? എൻ്റെ വെബ്സൈറ്റാണ്. വെബ്സൈറ്റിന് ഗൂഗിളിൽ കയറി ശ്രീവിദ്യ സന്തോഷ് എന്ന് ടൈപ്പ് ചെയ്താൽ എൻ്റെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ നേരിട്ടെത്തും. ഇനി അങ്ങനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായാൽ www.srividyasantosh.com അതാണ് എൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ്. വെബ്സൈറ്റിൽ കയറിയാൽ അവിടെ എൻ്റെ നമ്പർ ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ട്. സോ ഏത് സമയത്തും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഗൾഫിൽ നിന്ന് അല്ലെങ്കിൽ തന്നെ ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട് ഇങ്ങനെ പല സംശയങ്ങളും ചോദിച്ചുകൊണ്ട്. കരിയർ സംബന്ധവും അതുപോലെ തന്നെ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കരിയറിൽ ഒരു സ്ഥലത്ത് എത്തി നിൽക്കുകയാണ്, ഇനി ഫർദർ എന്ത് പഠിക്കണം എന്നറിയില്ല, അല്ലെങ്കിൽ ഫർദർ എങ്ങനെ കരിയർ ഡെവലപ്പ് ചെയ്യണം എന്നറിയില്ല. പണ്ട് കാലത്ത് 18 വയസ്സിൽ ഒരു വിസ കിട്ടിയിട്ട് കുറ്റിയും പറിച്ചിങ്ങോട്ട് പോകുന്നതാണ്. അപ്പം ഇവിടെ ഒരു ജോലി ചെയ്യാൻ തുടങ്ങി, പക്ഷെ അവിടെ നിന്ന് ഉയരണം എന്നുണ്ട്, പക്ഷെ അത് എങ്ങനെയാണെന്നറിയില്ല. അപ്പം അങ്ങനെ ഒരു ഇത്. പിന്നെ ചിലർ വളരെ ഡെസ്പായിരിക്കുമ്പോൾ എന്നെ വിളിക്കാറുണ്ട്, ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ടിരിക്കുമ്പം. ദൈവം സഹായിച്ച് കുറച്ച് ഒന്ന് ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ, ഒന്ന് മോട്ടിവേറ്റ് ചെയ്യിക്കാൻ സാധിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരുപാട് പേര് വിളിക്കാം. പിന്നെ ഒത്തിരി പാരൻസ് കുട്ടികളുടെ കരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾക്ക് വേണ്ടി വിളിക്കാറുണ്ട്. പാരൻസിനോട് മൊത്തത്തിൽ ഈ കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് നാട്ടുകാരോട് മുഴുവൻ ചോദിച്ച് അബദ്ധമായ ധാരണകൾ മനസ്സിൽ ഉൾക്കൊണ്ട് തെറ്റായ വഴികൾ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ കുട്ടീൻ്റെ കരിയർ നിങ്ങൾ നശിപ്പിക്കരുത്. ആൻഡ് കുട്ടികൾ വെളിയിൽ കാണുന്ന ആർഭാടം, ആഡംബരം ഇതെല്ലാം കണ്ടിട്ട്, കാരണം ഇപ്പം മിക്ക കുട്ടികൾക്കും എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആവണം, എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയർ ആവണം, ഫ്ലൈറ്റിൽ തന്നെ കയറണം. പിന്നെ കുറേ പേർക്ക് കപ്പലാണ്. കാരണം ഈ പിള്ളേരുടെ ധാരണ എന്ന് പറഞ്ഞാൽ ഈ എയറോനോട്ടിക്കൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ 4 കൊല്ലം മാനത്താണ്, ഇവർ കീഴോട്ട് ഇറങ്ങുന്നേ ഇല്ല എന്നാണ് പിള്ളേരുടെ വിചാരം. മറൈൻ എന്ന് പറഞ്ഞാൽ പിന്നെ 4 കൊല്ലം കപ്പലില്ല. അതുവഴി ക്യാമ്പസ് ഇൻ്റർവ്യൂ കിട്ടി ഒരു കപ്പലിൽ നിന്ന് മറ്റേ കപ്പലിലോട്ട് ചാടി അങ്ങോട്ട് പോകും. പിന്നെ ലീവ് കിട്ടണം, ആദ്യത്തെ ലീവിനെ കുട്ടികൾ നാട്ടിൽ വരുള്ളൂ. ഇത്തരത്തിൽ അബദ്ധവും വികലവുമായുള്ള ധാരണകൾ, ഈ ആഡംബര വസ്തുക്കൾ, അത് ഞാൻ പറഞ്ഞു, ഈ ഫ്ലൈറ്റ്,
ആഡംബര വസ്തു എന്നല്ല, ഒരു നമ്മൾ ക്രൈസിയസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വശം ചിന്തിക്കുന്നില്ല. അപ്പോൾ കുട്ടി ഇതാണെന്ന് പറയുമ്പോൾ പാരന്റ് പറയും എന്നാൽ പിന്നെ ഇത് തന്നെയാണ്. ദാറ്റ് ഈസ് നോട്ട് ദ വേ. റിയലിസ്റ്റിക്കായി ചിന്തിക്കുക, പ്രാക്ടിക്കലായി ചിന്തിക്കുക. ഞാൻ ജീവിതത്തെ എപ്പോഴും പ്രാക്ടിക്കലായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ ഈ തിയറിയും ഫിലോസഫിയും ഒന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കാര്യമില്ല. എൻ്റെ ഫിലോസഫി ആയിരിക്കില്ല ഒരിക്കലും വിഷ്ണുവിൻ്റെ ഫിലോസഫി. വിഷ്ണുവിൻ്റെ ഫിലോസഫി വിഷ്ണുവിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ്. എൻ്റെ ഫിലോസഫി എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ. സോ റിയലിസ്റ്റിക്കായി നമുക്ക് ചിന്തിക്കാം. നമുക്ക് പിന്നെ പേപ്പറിൽ വരച്ച് കാണിച്ച് എഴുതി കാണിച്ച് അതിലുള്ളതും പ്രാക്ടിക്കലായി അതിനെ നമുക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കാം. എന്തായാലും 12ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എങ്ങനെയായാലും ഒരു 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 3-4 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നുള്ളതിന് ഒരു സംശയമില്ല. ആ 3-4 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് 1000 രൂപ മുടക്കി ഇതെന്താ ഐറ്റം എന്ന് മനസ്സിലാക്കുക. ഗോ ടു ദ റൈറ്റ് പേഴ്സൺ, നെവർ ഗോ ടു ദ റോങ് പേഴ്സൺ. കാരണം ഈ ഗൾഫ് മേഖലയിൽ ഈ കോളേജുകളിലേക്ക് കുട്ടികളെ ചാക്കിട്ട് പിടിച്ച് കൊടുക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. അവരുടെ വായിൽ നിങ്ങൾ പോയി പെട്ടാൽ, നല്ല നാക്സാമർഥ്യമുള്ള ഒരു ആളുടെ ഇതിലാണ് പെട്ടാൽ നിങ്ങൾ മിസ്ഗൈഡ് ചെയ്യപ്പെടും. അത് സംഭവിക്കരുത്. അപ്പോൾ ഈ കോളേജ് യൂണിവേഴ്സിറ്റിയോ, ഇപ്പം എൻ്റെ അടുത്ത് കോളേജുകളും യൂണിവേഴ്സിറ്റിയും വരാറുണ്ട്. അവർ പറയും നിങ്ങൾ പരിപാടി പോയി ചെയ്തോ, നിങ്ങളുടെ ഒരു പരിപാടിക്ക് ഞങ്ങൾ 50,000 റുപ്യ തരാൻ തയ്യാറാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ട കാര്യമുള്ളൂ, ഞങ്ങളുടെ കോളേജിനെ കുറിച്ച് പറയണം. അങ്ങനെ പൈസ വാങ്ങി ഞാൻ ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ഫ്രീ ആയിട്ട് ക്ലാസ് എടുക്കാൻ പറ്റും. പക്ഷേ എനിക്ക് അവരെ ഡിപ്പെൻഡ് ചെയ്യാതെ ചെയ്യണമെങ്കിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ എനിക്ക് കാശ് തരണം, റൈറ്റ്? അപ്പോൾ കാരണം നമ്മളെല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണിയൊക്കെ എടുക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ ആലോചിക്കുന്ന എന്താ, മറ്റോ ഫ്രീ ആയിട്ട് വന്ന് എടുക്കുന്നുണ്ടല്ലോ, അവിടെ പോയാൽ മതി, നമ്മൾ കാശ് മുടക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയുള്ള ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടല്ലോ, ഇത് ദോഷം ചെയ്യും. കാരണം നമ്മൾ ട്രെയിനിങ്ങിനോ ഗ്രൂമിങ്ങിനോ കാര്യങ്ങൾ മനസ്സിലാക്കാനോ സ്പെൻഡ് ചെയ്യില്ല. വേറെ നമ്മൾ ഡാൻസിന് മുടക്കും, പാട്ടിന് മുടക്കും, മറ്റേതിന് മുടക്കും, ഇതിനൊക്കെ മുടക്കാം. പക്ഷേ കരിയർ എന്ന് പറഞ്ഞത് ഒന്നുമില്ലെങ്കിലും 10-40 കൊല്ലം ചെയ്യേണ്ട പണിയാണ്. ആ 40 കൊല്ലം ചെയ്യാനുള്ള സാധനം അറിയാൻ വേണ്ടിയിട്ട് 1,000-2,000 റുപ്യ മുടക്കപ്പാ, അതൊരു നഷ്ടല്ല. അത് മനസ്സിലാക്കുക. ഈ വാക്കുകൾ എല്ലാവരും ഇത് വളരെ ഇതായിട്ട് എനിക്ക് തോന്നുന്നു. ഈ ഇന്റർവ്യൂ കേട്ടവർ ഒരു പക്ഷേ അവരുടെ ഒരു നയത്തിൽ കുറെയെങ്കിലും മാറ്റം വരുത്തുന്നവരുണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും സമയം ഏഷ്യാനെറ്റ് റേഡിയോടൊപ്പം ഞങ്ങളുടെ ശ്രോതാക്കളോടൊപ്പം ഇത്രയും നല്ല ശരിക്കും ഒരു മോട്ടിവേഷണൽ ഇന്റർവ്യൂ അല്ലെങ്കിൽ സ്പീച്ച് എന്ന് വേണമെങ്കിൽ പറയാൻ തന്നതിന് വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. ഇനിയും ഇത്തരം വേദികളിൽ നമുക്ക് ഇനിയും കണ്ടുമുട്ടാമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.